വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പ്ലേറ്റിനകത്തല്ലേ കഴിക്കുന്നത് കാണിക്കുന്നത്. ഇന്ന് നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കി കഴിച്ചാലോ. അതിനു വേണ്ടി വാഴയിലൊക്കെ നന്നായിട്ട് ഞാൻ വാട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചൂടോടെ ആവി പറക്കുന്ന മട്ടേരിയുടെ ചോറ് അങ്ങോട്ട് വാഴയിലയുടെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു അളവ് പാത്രം എടുത്ത് ഇട്ട് കൊടുത്ത് അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഗ്രീൻ പീസിൻ്റെ നല്ലൊരു മസാലക്കറിയാണ് കേട്ടോ. ഗ്രീൻ പീസിന് നല്ല ഉലത്തിയെന്നൊക്കെ പറയാം അതേപോലെ. പിന്നെ തക്കാളിയും തേങ്ങായും കൂടെ അരച്ചൊരു കൂട്ടുകറി. പിന്നെ വെണ്ടയ്ക്കയുടെ ഒരു തോരനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയല്ല, വെണ്ടയ്ക്ക തോരൻ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എന്താണെന്ന് കാണിച്ചിട്ട് നല്ല ചിക്കൻ ഉലത്തിയത് എൻ്റെ പൊന്നുമക്കളെ, ഒരു രക്ഷയുമില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കിടുക്കാച്ചി ബീഫ് ഫ്രൈ ആണ്. എൻ്റെ മുത്തുമണികളെ ഒന്നും പറയാനില്ല, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. നല്ല ബീഫ് വരട്ടിയതാണ് കേട്ടോ. ബീഫ് ഫ്രൈ നല്ല വരട്ടിയെടുത്തൊരു ഫ്രൈ ആണ്. പിന്നെ ഞാൻ ഒരയല വെക്കാമെന്ന് വിചാരിച്ച് ആദ്യം ഞാനൊരു അയല എടുത്ത് വെച്ചു. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് പൊതിച്ചോറിനകത്ത് അയല വെക്കണ്ട, ടേസ്റ്റ് ഉണ്ടാവത്തില്ല. നമുക്ക് ചെറിയ മീൻ എന്തെങ്കിലും വെക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ്. അങ്ങനെ ഞാൻ അയല എടുത്ത് മാറ്റിയിട്ട് പിന്നെ ഒരു ചെറിയ മത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു ഓംപ്ലേറ്റ് കൂടെ മത്തിയുടെ പുറത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊതിഞ്ഞ് വെച്ചാലോ. പൊതിഞ്ഞ് വെച്ചൊരു 2 hours കഴിഞ്ഞാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. 2 hours കഴിഞ്ഞു. എൻ്റെ പൊന്നുമക്കളെ, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, മണം, എന്താ മണം എൻ്റെ മക്കളെ, ഒരു രക്ഷയുമില്ല. മണം കേട്ടിട്ട് തന്നെ എനിക്ക് പൊതി അഴിക്കാതെ അങ്ങ് കഴിക്കാൻ തോന്നുകയാണ്, അത്രയ്ക്ക് ടേസ്റ്റ് മണത്തിലൂടെ. അയ്യോ എൻ്റെ പൊന്നെ, ഓപ്പൺ ചെയ്ത് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ കഴിക്കാൻ തന്നെ ഇതിൻ്റെ മണവും. ഞാൻ അങ്ങനെ എല്ലാം ഓരോന്നോരോന്ന് എടുത്ത് വെച്ച് നോക്കി കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സായി കിടക്കുകയാണ്. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പൊതിച്ചോറ് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടു കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.